ഏറ്റവും പ്രിയ സഹോദരങ്ങളെയും ജനുവരി മാസം 26, 27, 28 ദിവസങ്ങൾ വലിയ നൊയമ്പിന് തുടക്കമായിട്ടുള്ള 3 നൊയമ്പിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നമുക്കറിയാം, സഭയിൽ അനേക നൊയമ്പുകളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നൊയമ്പാണ് 3 നൊയമ്പ്. സഭ നിർബന്ധമായും നമ്മളോട് ആചരിക്കുവാൻ ആവശ്യപ്പെടുന്ന നൊയമ്പുകളിൽ ഒന്നാണ് 3 നൊയമ്പ്. 3 നൊയമ്പുണ്ട്, 8 നൊയമ്പുണ്ട്, 13 നൊയമ്പുണ്ട്, 15 നൊയമ്പുണ്ട്, 25 നൊയമ്പുണ്ട്, 50 നൊയമ്പുണ്ട്. ഈ നൊയമ്പുകളെല്ലാം നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി സഭ നമുക്ക് നൽകിയിരിക്കുന്ന മാധ്യമങ്ങളാണ്. നമുക്കറിയാം, നാം നൊയമ്പ് നോക്കുന്നത് വഴി ഉപവാസവും പ്രാർത്ഥനയും വഴി മാത്രമേ ലോകത്തെയും സാത്താനെയും ഉപേക്ഷിക്കുവാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. കർശനമായി കർത്താവ് പറയുന്നുണ്ട്, തൻ്റെ ജീവിതത്തിലും കർത്താവ് നൊയമ്പ് നോക്കുന്നതായി 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നൊയമ്പിന് 2 പ്രധാന ഗുണങ്ങളുണ്ട്. ഒന്ന്, അത് ശാരീരികമായി നമുക്ക് വലിയ അനുഗ്രഹങ്ങൾ നൽകും. നമ്മുടെ ജഡത്തെ അമർത്തി ജീവിക്കുവാനായിട്ട്, അതിൻ്റെ എല്ലാ ദുർഗുണങ്ങളെയും ഇല്ലാതാക്കുവാനായിട്ട് നൊയമ്പിന്, ഉപവാസത്തിന് നമ്മെ ശക്തിപ്പെടുത്തുവാനായിട്ട് സാധിക്കും. രണ്ടാമത്, വലിയൊരു ആത്മീക വളർച്ചയുടെ കാലയളവാണ് നൊയമ്പ്. പലപ്പോഴും പലർക്കും നൊയമ്പ് നോക്കാൻ വളരെ വിമുഖതയാണ്. പലതിൻ്റെയും പേര് പറഞ്ഞ്, പല കാരണങ്ങളും പറഞ്ഞ് നൊയമ്പിൽ നിന്ന് ഒഴിവാക്കുവാനായിട്ട് പലരും ശ്രമിക്കാറുണ്ട്. ഇവിടെ 3 നൊയമ്പ് ചരിത്രപ്രസിദ്ധമായ വലിയ ഒരു സംഭവത്തിൻ്റെ പിൻബലം പറ്റിക്കൊണ്ടാണ് സഭ നമ്മോട് ആചരിക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നത്. യോന ഒരു പ്രവാചകനാണ്, ദൈവത്തിൻ്റെ മനുഷ്യൻ, ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തെ അനുസരിക്കുന്ന, ദൈവത്തിന് വിധേയപ്പെട്ട് ജീവിക്കുന്ന ഒരു ദൈവപുരുഷനാണ് യോന എന്ന് പറയുന്നത്. യോനായെ ദൈവം വിളിച്ച് യോനയോട് പറഞ്ഞു, നീ നിനിവയിലേക്ക് പോകണം. നിനിവ കുപ്രസിദ്ധമായ ഒരു സ്ഥലം, പാപത്തിന് പേരുകെട്ട ഒരു സ്ഥലമാണ്. അവിടെ ചെല്ലുന്ന ആർക്കും തിരിച്ചു വരാൻ സാധിക്കത്തില്ല, മരണത്തിന് അടിമപ്പെടും. കാരണം അത്രമാത്രം പാപബന്ധിതമായ ഒരു സ്ഥലമാണ് നിനിവ എന്ന് പറയുന്നത്. യോനായോട് നിനിവയിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടപ്പോൾ, ദൈവം ആവശ്യപ്പെട്ടതും പ്രവാചകനായിരുന്നിട്ട് പോലും ദൈവത്തെ അനുസരിക്കുവാൻ യോന തയ്യാറായില്ല. കാരണം അവനവൻ്റെ മരണത്തിൽ ഭീതി ഉണ്ടായിരുന്നു, ജീവനിൽ ഭയമുണ്ടായിരുന്നു. നിനിവയിലേക്ക് ഞാൻ പോയാൽ ഒരിക്കലും തിരിച്ചു വരത്തില്ല എന്നൊരു ചിന്തവനുണ്ടായിരുന്നു. അത്രമാത്രം പാപമംഗലമായ ഒരു സ്ഥലമായിരുന്നു, സൊദോം ഗൊമോറ പോലൊരു സ്ഥലമായിരുന്നു നിനിവ എന്ന് പറയുന്നത്. അവിടെ യോന എന്ത് ചെയ്തു? യോന ദൈവം വിളിച്ചപ്പോൾ കിഴക്കോട്ട് പോകാൻ ആവശ്യപ്പെട്ടവൻ നേരെ പടിഞ്ഞാറോട്ട് ഓടി താർസൂസിലേക്ക് പോകുന്നൊരു കപ്പൽ കണ്ടു. ആ കപ്പലിൽ ടിക്കറ്റ് എടുത്ത് ആ കപ്പലിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ ചാക്കുകളുടെ കൂട്ടത്തിൽ അവിടെ കിടന്ന് സുഖമായി ഉറങ്ങുവാൻ അവൻ പരിശ്രമിച്ചു. കപ്പൽ യാത്ര ആരംഭിച്ചു. അപ്രതീക്ഷിതമായി വലിയ കടൽക്ഷോഭമുണ്ടായി. കടലിളകി മറിഞ്ഞു, എല്ലാം തകർക്കുമാർ കടൽ മറിയുകയാണ്. കപ്പിത്താനും കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും പരിഭ്രാന്തരായി. അവരവൻ്റെ വസ്തുക്കളെല്ലാം എടുത്ത് കടലിലേക്ക് എറിയാൻ തുടങ്ങി, ഭാരം കുറയ്ക്കുവാനായിട്ട്. എന്നിട്ടും കടലിൻ്റെ ക്ഷോഭത്തിന് യാതൊരു കുറവും സംഭവിച്ചില്ല. അവരന്വേഷിച്ചു, കുറിയിട്ടു, ആരാണ് ഇതിന് കാരണക്കാരൻ? യോന എന്ന പേര് അവരുടെ കുറിയിൽ കിട്ടി. പക്ഷെ യോനയെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. പരിധി നടന്ന അവസാനത്തിൽ കടലിന്റെ അടിത്തട്ടിൽ ചാക്കിലിടയിൽ കിടന്ന് ഉറങ്ങുന്ന യോനായി അവർ കണ്ടുമുട്ടി. അവനെ വിളിച്ചുണർത്തി ചോദിച്ചു, നീ ആരാണ്? നീ ഏതാണ്? നീ എവിടെ നിന്ന് വരുന്നു? നീ എങ്ങോട്ട് പോകുന്നു? എന്താണ് നിന്റെ ഹിസ്റ്ററി? അവൻ പറഞ്ഞു, ഇതിനെല്ലാം കാരണക്കാരൻ ഞാനാണ്. ഈ നാശത്തിന് മുഴുവൻ കാരണക്കാരൻ ഞാനാണ്. ഞാൻ ദൈവത്തിൻ്റെ പ്രവാചകനാണ്. ദൈവം പറഞ്ഞത് അനുസരിക്കാതെ ഞാൻ ഒളിച്ചോടി പോവുകയാണ്. എന്താ പരിഹാരം? അവൻ പറഞ്ഞു, നിങ്ങൾ എന്നെ അടുത്ത് കടലിലേക്ക് എറിയുക, ഈ കടൽ ശാന്തമാകും. കപ്പത്താൻ ഭയമായി. അവൻ പറഞ്ഞു, ആകാശവും ഭൂമി സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിന്റെ പ്രവാചകനാണ് ഞാൻ പറയുന്നത് ചെയ്യാൻ പറഞ്ഞു. നിങ്ങൾ ഇതിൽ പാപവിമുക്തരായിരിക്കും. ദൈവത്തോട് അനുവാദം ചോദിച്ചുകൊണ്ട് യോനായെ പിടിച്ചവർ കടലിലേക്ക് വലിച്ചെറിയും. എന്നാൽ അത്ഭുതം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന്റെ മനുഷ്യൻ, ദൈവത്തിന്റെ പ്രവാചകൻ ദൈവത്തെ നിരസിച്ച് അനുസരണക്കേട് കാണിച്ച് ദൈവത്തിന് മറുതലിച്ച് ദൈവം പറഞ്ഞത് വിപരീതമായി പ്രവർത്തിക്കുമ്പോൾ കടലിലെ ഒരു മൃഗം, ഒരു വലിയ തിമിംഗലം ദൈവം പറയുന്നത് അനുസരിച്ച് ഈ കപ്പലിന്റെ പുറകെ താർസൂസിലേക്ക് യാത്ര ചെയ്യുകയാണ്. എന്തിനു വേണ്ടി? ഈ കപ്പലിൽ നിന്ന് എപ്പോൾ യോനായെ വലിച്ചെറിയുന്നുവോ ആ നിമിഷത്തിൽ വിഴുങ്ങുവാനായിട്ടും ദൈവം കൽപ്പിച്ചതനുസരിച്ച് ഈ മൃഗം യോനായെ കൊണ്ടുപോയി നിനിവയിൽ ഛർദ്ദിക്കുവാനായിട്ട്. നോക്കിക്കോ, ഇതൊരു അത്ഭുതം. മനുഷ്യൻ അനുസരണക്കേട് കാണിക്കുമ്പോൾ വിവേകമില്ലാത്ത, ബുദ്ധിയില്ലാത്ത മൃഗം ദൈവത്തിന്റെ വാക്കനുസരിക്കുന്നത് എത്ര ഭയങ്കരമായിരിക്കുന്നു. സങ്കീർത്തനം പറയുന്നു, ആകാശങ്ങൾ ദൈവത്തിന്റെ മഹത്വത്തെ അറിയിക്കുന്നു, ആകാശത്തവന്റെ കൈവേളി കാണിക്കുന്നു. ഈ പ്രപഞ്ചത്തെ എല്ലാ സംഭവങ്ങളും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണ്, ദൈവത്തെ സ്തുതിക്കുന്നതാണ്, ദൈവത്തെ ആരാധിക്കുന്നതാണ്. പ്രഭാതം വെട്ടി വിളരുന്നത് തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട്
എല്ലാം പക്ഷികളും മൃഗങ്ങളും ജന്തുക്കളും എഴുതുകളും എല്ലാം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണ്. മറന്നു പോകുന്നു മനുഷ്യൻ മാത്രമാണ് ദൈവത്തെ സ്തുതിക്കുവാനായി, ദൈവത്തെ ആരാധിക്കുവാനായിട്ട്. ഈ മൃഗം യോനായെ വിഴുങ്ങി അവൻ നിനിവേയിലേക്ക് പോയി. നിനിവേയിൽ അവനെ ശ്രദ്ധിച്ചു. ദൈവത്തിന്റെ വാക്കനുസരിച്ച് ഈ മനുഷ്യൻ നിനിവേയിൽ പ്രസംഗിക്കുമ്പോൾ നമ്മൾ ഈ യോനായെ കണ്ടുമുട്ടുന്നത് കടലിന്റെ അഗാധതയിൽ ഒരു ഒരു തിമിംഗലത്തിന്റെ വയറ്റിൽ ഇരിക്കുന്ന യോനായാണ്. നമുക്കറിയാം, നമ്മൾ കടലിൽ വീണാൽ പോലും നമ്മൾ രക്ഷപ്പെടുക അസാധ്യമാണ്. എന്നാൽ ഈ കടലിനടി ഒരു വലിയൊരു തിമിംഗലത്തിന്റെ വയറ്റിലിരിക്കുന്ന യോനായ്ക്ക് മരണത്തെക്കുറിച്ച് ഭയമേ ഉണ്ടായിരുന്നില്ല. അവരിന്ന് യോനയുടെ പുസ്തകത്തിന്റെ 2-ാമത്തെ അധ്യായത്തിൽ മനോഹരമായൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന നിങ്ങൾ അക്ഷരം പ്രതി വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്ന 5 കാര്യങ്ങളുണ്ട്. ഈ യോനയോട് കിടന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒന്നാമത്തെ പ്രാർത്ഥന ഇങ്ങനെ പറയുന്നത്, ഹി ഹിയേഴ്സ് മൈ പ്രയർ. അവൻ എൻ്റെ പ്രാർത്ഥന കേട്ടു. ഈ കടലിനടിയിൽ ഈ തിമിംഗലത്തിന് വയറ്റിൽ ഇരുന്നു കൊണ്ട് യോന ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒരു പ്രതീക്ഷയുമില്ലാതെ, ഒരു പ്രത്യാശയുമില്ലാതെ ഇരിക്കുന്ന മനുഷ്യൻ സ്വയം വിശേഷിപ്പിച്ച് പറയുകയാണ്, ഞാൻ അവനെ വിളിച്ച് പ്രാർത്ഥിച്ചു, അവൻ എൻ്റെ പ്രാർത്ഥന കേട്ടു. ഇത് അത്ഭുതമാണ്. രക്ഷപ്പെടുമെന്ന് 1% പോലും ഹോപ്പില്ലെന്ന് ഓർത്തോണം. നമ്മൾ ദൈവസന്നിധാനത്തിൽ നിന്ന് എന്തോരം പ്രാർത്ഥനകൾ ഉയർത്തുന്നു, പക്ഷെ എത്ര പേർക്ക് ഉറപ്പുണ്ട് എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു എന്ന്? പലപ്പോഴും നമ്മുടെ ഒന്നും പ്രാർത്ഥന ഈ പ്രപഞ്ചത്തിന് മുകളിലോട്ട് പോകുന്നില്ല, അത് കീഴോട്ട് തിരിഞ്ഞ് പോരത്തേ ഉള്ളൂ. കാരണം നമ്മുടെ ലോകബന്ധിതമാണ്, ഭൂമി ബന്ധിതമാണ് നമ്മൾ. എന്നാൽ ഇവിടെ നിഷ്കളങ്കനായി മനുഷ്യന്റെ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് പോയി. അവൻ ഉറപ്പാണ്, അവനപ്പാ എന്ന് വിളിച്ചപ്പോൾ ദൈവം കേട്ടു എന്നുള്ള ഉറപ്പാണ്. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് വേണ്ട ഒന്നാമത്തെ കാര്യം ഇതാണ്, ഞാൻ അവനെ വിളിച്ചാൽ അവൻ കേൾക്കും. ഐസയ പറഞ്ഞിരിക്കുന്ന പോലെ എൻ്റെ കൈകൾ കുറുകി പോയിട്ടില്ല, എൻ്റെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചില്ല, എൻ്റെ കണ്ണുകൾ അടഞ്ഞു പോയിട്ടില്ല. നീ വിളിക്കുമ്പോൾ കേൾക്കാതിരിക്കാൻ തക്കവണ്ണം. അവൻ വിളിച്ചാൽ ദൈവം കേൾക്കും, ഉറപ്പായിട്ടും കേൾക്കും. അവൻ്റെ കണ്ണുകൾ തുറക്കും, നമ്മുടെ അടുക്കലേക്ക് അവൻ ഓടിയെത്തും. ഈ ഒരു ഉറപ്പ് നമുക്ക് വരണം. ഞാൻ പ്രാർത്ഥിച്ചാൽ എൻ്റെ ദൈവം കേൾക്കും. അത്രമാത്രം ഉറപ്പുള്ള ഒരു ജീവിതമായിരിക്കണം നമ്മുടേത്. രണ്ടാമതായിട്ട് ഇവൻ പറയുന്നു, ഈ മനുഷ്യൻ പറയുകയാണ്, മനുഷ്യൻ എന്തെല്ലാം ചിന്തിച്ചാലും എല്ലാം നിയന്ത്രിക്കുന്നവൻ ദൈവമാണ്. അവൻ അവൻ്റെ സ്വന്തം തീരുമാനങ്ങൾ ഉണ്ടാക്കി, അവനവൻ്റെ സ്വന്തം ക്രമീകരണങ്ങൾ ചെയ്തു. താർസൂസിലേക്ക് അവൻ കപ്പലെടുത്തു, താർസൂസിൽ ചെന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവൻ ക്രമീകരിച്ചു. പക്ഷേ നിശ്ചയിക്കുന്നവൻ ദൈവമാണ്, തീരുമാനം ദൈവത്തിൻ്റെതാണ്. ഒരു മനുഷ്യനും ദൈവത്തെ മറന്നൊന്നും ചെയ്യുവാനായിട്ട് സാധിക്കത്തില്ല. കാരണം ഈ ലോകത്തെ സൃഷ്ടിച്ചവൻ ദൈവമാണ്, പരിപാലിക്കുന്നവൻ ദൈവമാണ്, എല്ലാത്തിൻ്റെയും അന്ത്യം കുറിക്കുന്നവനും ദൈവമാണ്. പൗലോസ് പറയുന്ന പോലെ, നടുന്നതൊരുവൻ, വെള്ളമൊഴിക്കുന്ന ഒരുവൻ, കിളിപ്പിക്കുന്ന ഒരുവൻ, പക്ഷെ ഫലം നൽകുന്നവൻ ദൈവമാണ്. എല്ലാം തീരുമാനിക്കുന്നവൻ ദൈവമാണ്. യോന എങ്ങോട്ട് പോകണം, യോന എന്ത് പ്രസംഗിക്കണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള വാശി യോനയ്ക്കല്ല, ദൈവത്തിനാണ്. നമ്മുടെയൊക്കെ കാര്യത്തിൽ അത് തന്നെയാണ് പ്രിയ സഹോദരങ്ങളെ. അന്ധമായ ആഴമായ ഒരു അടിയുറച്ച വിശ്വാസം ദൈവത്തിൽ വേണം. എന്നെ നയിക്കുന്ന ഒരു ദൈവമാണ്, അവൻ ദോഷമായിട്ട് ഒന്നും എനിക്ക് ചെയ്യത്തില്ല, അവൻ എൻ്റെ കൂടെയുണ്ട്, അവൻ എന്നെ പരിപാലിക്കും. അതെ, കഴിഞ്ഞ ദിവസം ക്രിക്കറ്റിൽ ഒരു പെൺകൊച്ചു വിളിച്ച് പറഞ്ഞതുപോലെയാണ്, ഞാൻ വെറുതെ നിന്നാൽ മതി, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അവളെ ശക്തിയാണ്, പക്ഷെ ദൈവം ശക്തനാണ്. ആ ദൈവത്തിന്റെ ശക്തിയിൽ വിശ്വസിക്കുവാനായിട്ട് അവൾക്ക് സാധിച്ചു. മൂന്നാമതായിട്ട് യോന പറയണം, ഗോഡ് കനോട്ട് ബി ഇഗ്നോർഡ്. ദൈവത്തെ നമുക്ക് ഒരിക്കലും മറക്കാനോ ഉപേക്ഷിക്കുവാനോ കഴിയില്ല. ദൈവത്തെ മറന്ന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. കാരണം 1000 കണ്ണുകളേക്കാൾ ശക്തമായ കണ്ണുകളോട് നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവമാണ്, കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമാണ് നമുക്കുള്ളത്. ഈ പ്രപഞ്ചത്തിൽ എന്ത് നടന്നാലും അവൻ കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു, തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ദൈവത്തെ മറന്ന് ജീവിക്കരുത് മക്കളെ. ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുവാൻ സാധിക്കണം. ദൈവത്തെ ഒരിക്കലും ഉപേക്ഷിച്ച് കളയരുത്. നാലാമതായി പറയുന്നു, രക്ഷ ദൈവത്തിൽ ഇത് മാത്രമാണ്. ഈ കടലിനടിയിൽ മൃഗത്തിന്റെ വയറ്റിലിരിക്കുന്ന മനുഷ്യൻ പറയുകയാണ്, ഇനി എന്നെ രക്ഷിക്കുവാൻ ആർക്കും സാധിക്കത്തില്ല, എൻ്റെ ദൈവത്തിന് മാത്രം. അവൻ അടിയറ പറയുകയാണ്, വിട്ടുകൊടുക്കുകയാണ് ദൈവത്തിന്, പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കുകയാണ്. എൻ്റെ ദൈവത്തിന് മാത്രമേ എന്നെ രക്ഷിക്കാൻ കഴിയൂ. അവസാനമായിട്ട് അവൻ പറയുകയാണ്, അതുകൊണ്ട് എന്ത് ചെയ്യണം? അവൻ പറയുന്നത് എന്തോ അത് മുഴുവനായിട്ടും അനുസരിക്കുക. ബിഹോൾഡ് ദ ഹാൻഡ്മെയ്ഡ്. ഇവൻ കർത്താവിന്റെ ദാസൻ, ദാസി എന്ന് പറയുവാനുള്ള വിവേകം നമുക്കുണ്ടാകണം. അവനെ കൊണ്ടുപോയി നിനിവേയുടെ അതിർത്തിയിൽ ഛർദ്ദിച്ചപ്പോൾ അവൻ 40 ദിവസത്തെ ഉപവാസം പ്രസംഗിക്കുവാനായിട്ട് അവനെ സാധിച്ചു. പശ്ചാത്താപം പ്രസംഗിക്കാൻ സാധിച്ചു, മാനസാന്തരം പ്രസംഗം സാധിച്ചു. നീനിവ നിവാസികൾ, രാജാവ് മുതൽ ഏറ്റവും അവസാനത്തവൻ വരെ, പക്ഷിമൃഗാദികൾ വരെയും
ഉപവാസത്തിലും പ്രാർത്ഥനയിലും ദൈവത്തെ അനുസരിക്കുന്ന കാണാൻ സാധിക്കും. പ്രിയ സഹോദരങ്ങളെ, പലപ്പോഴും ദൈവത്തിന്റെ വചനത്തിന് കാത് കൊടുക്കുവാൻ നമുക്ക് സാധിക്കത്തില്ല. മറ്റെല്ലാം നമുക്കറിയാം, മറ്റെല്ലാത്തിനും സമയമുണ്ട്. ദൈവത്തിന് കാത് കൊടുക്കാൻ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. നമ്മൾ ആലോചിച്ച് നോക്കണം, ഈ 3 നോയമ്പ് കഴിഞ്ഞു, എത്ര പേര് 3 നോയമ്പ് നന്നായിട്ട് നോക്കി? 3 നോയമ്പിന്റെ അരൂപി കാത്തു സൂക്ഷിച്ച് എത്ര പേരുണ്ട്? ഒരു 3 ദിവസം, ആ 3 ദിവസം ആ അരൂപി സൂക്ഷിക്കാൻ സാധിച്ചോ? ഒരു അല്പമെങ്കിലും കൂടുതൽ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിച്ചോ? സഭ നിഷ്കർഷിക്കുന്ന പോലുള്ള ഉപവാസവും പ്രാർത്ഥനയൊക്കെ നടത്തുവാൻ നമ്മളെ കൊണ്ട് സാധിച്ചോ? വലിയ നോയമ്പിലേക്ക് നാം പ്രവേശിക്കാൻ പോവുകയാണ്. അതിനു മുമ്പായിട്ട് ദൈവം നൽകിയ ഒരു ടെസ്റ്റ് ഡോസാണ് ഈ 3 നോയമ്പ് എന്ന് പറയുന്നത്. നമ്മുടെ കൊച്ചു ജീവിതം ദൈവത്തിന് പ്രിയങ്കരമാക്കി തീർക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ എല്ലാ കൃപയും തന്ന ദൈവവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും അമ്മയെ പരിശുദ്ധ ദൈവമാതാവും നമ്മളെല്ലാവരെയും സഹായിച്ച് അനുഗ്രഹിക്കട്ടെ.